ഹലോ, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജെഫ്. ഞാൻ ആലുവ ചൂണ്ടിയിൽ ബിസോൾസ് എന്ന് പറഞ്ഞ കോളേജിൽ LLB പഠിക്കുക. ഞാൻ 4th ഇയർ ആണ്. എൻ്റെ വീട് കളമശ്ശേരിയാണ്. ഞങ്ങൾ കങ്കരപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ആൻഡ് ഞാനൊരു കുഞ്ഞ് ഗോഡ് എക്സ്പീരിയൻസ് പറയാനാണ്, എൻ്റെ ഒരു ലൈഫിൽ ഗോഡ് എക്സ്പീരിയൻസ് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ആ ഒരു പ്രോഗ്രാമാണ് എൻ്റെ ആ ഒരു ലൈഫിൽ ഞാനൊരു ദൈവത്തിൻ്റെ ആ സ്നേഹം വേറെ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായ ആ ഒരു പ്രോഗ്രാം. സ്പെഷ്യലി ബിക്കോസ് ആ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ അടുത്ത് 1-on-1 ഇവാഞ്ചലൈസേഷനായിട്ട് ഞങ്ങളുടെ അടുത്ത് പോകാനായിട്ട് പറഞ്ഞു, ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ആൻഡ് എനിക്ക് കിട്ടിയത് ആലുവയിലുള്ള ജനറൽ ഹോസ്പിറ്റലായിരുന്നു. ആൻഡ് എനിക്ക് പക്ഷേ ഭയങ്കര പേടിയായിരുന്നു ആ ഒരു 1-on-1 ദൈവത്തിൻ്റെ സ്നേഹം വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അടുത്ത് രാവിലെയാണ് പറയുന്നത്. എൻ്റെ ആ രാവിലെ തൊട്ട് ആ ഉച്ച വരെയുള്ള സമയം എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് ഞാൻ പറയുമ്പം ആൾക്കാർ എന്നെ അടിക്കുമോ, ഞാൻ പറയുന്നത് വല്ല പൊട്ടത്തരോ ആയിരിക്കുമോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷൻ. എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവാഞ്ചലൈസേഷൻ്റെയൊക്കെ സെഷനൊക്കെ എടുത്തു. ആൻഡ് ദെൻ ഞങ്ങളെ ചാപ്പലിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വിട്ടു. ആൻഡ് ആ ഒരു സമയം ഞാൻ ആ ചാപ്പിലിരുന്ന് ഞാനൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിതൊട്ടും പറ്റൂല, എനിക്ക് പേടിയാണ്, എനിക്ക് തോന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ കുറേ ഇതിൽ പാട്ടുകളും എല്ലാം പാടി ഞാനിങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ എല്ലാം സറണ്ടർ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ബിക്കോസ് എൻ്റെ മനസ്സിൽ ആ ഒരു ബൈബിൾ വേഴ്സ് ഒന്ന് യുവർ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ മീ. അപ്പം ഞാൻ ആ ഒരു ഗ്രേസിന് വേണ്ടി തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എനിക്കിത് ചെയ്യാനുള്ള ഒരു ഗ്രേസ് കിട്ടണമേ, എനിക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചുമ്മാ ഇങ്ങനെ ബൈബിൾ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ഒരു 1 Corinthians ആ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കിട്ടിയത്. അതിലൊരു എന്നെ ടച്ച് ചെയ്തത് എനിക്ക് എക്സാക്ട് വേഴ്സസ് ഒന്നും ഓർമ്മയില്ല, ബട്ട് ഒരു 4-9 ആ ഒരു 1 Corinthians chapter 1 4-9 വേഴ്സാണ് ടച്ച് ചെയ്തത്. ബിക്കോസ് അതിൽ പോൾ പറയുന്നു, ഐ ഗിവ് താങ്ക്സ് ടു യു because you have been given grace by the Christ himself. ആൻഡ് ആ ഒരു വേഴ്സോടെ തന്നെ എനിക്കൊരു സമാധാനം എൻ്റെ ഒരു ഹാർട്ടിൽ വന്നു. എനിക്ക് ആ ഒരു സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ദൈവം എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സ്ട്രെങ്ത് എൻ്റെ ലൈഫിൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ നടക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്ട്രെങ്ത്തിലൂടെയും ആ ഒരു ഫിൽഡ് വിത്ത് ദാറ്റ് ഗ്രേസ് ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറേ ആൾക്കാരുടെ അടുത്തൊന്നും ഞാനത് പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു 2-3 ആൾക്കാരുടെ അടുത്ത് അവരുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ലൈഫിൻ്റെ ഓരോ പ്രശ്നങ്ങളെയും പറ്റി അവർ കംപ്ലീറ്റ്ലി ഓപ്പണായി. എനിക്ക് തന്നെ മനസ്സിലാവില്ല, ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി ഓപ്പൺ ആവാൻ ഞാൻ ഓപ്പൺ ആവില്ല, വേറെ ആൾക്കാർ അങ്ങനെ ഓപ്പൺ ആക്കിയാലും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ബട്ട് എനിക്ക് ആ ഒരു ലിസണിങ്ങിൻ്റെ ആ ഒരു ഗ്രേസ് കിട്ടി. അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവർ കൂടി ആയിരിക്കാനും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഫുള്ളി ഓപ്പൺ അപ്പ് അവരുടെ ലൈഫിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് പറയാനുള്ളത്, അറ്റ് ദി എൻഡ് അവർ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവരുടെ കൈ പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് ദൈവത്തിൽ അവരുടെ ലൈഫും അവരുടെ പ്രശ്നങ്ങളെല്ലാം സമർപ്പിക്കാൻ പറ്റി. അന്ന് അവർ ചിരിച്ചുകൊണ്ടാണ് പോയത്. ആൻഡ് എൻ്റെ ലൈഫിൽ ഇതൊന്ന് കംപ്ലീറ്റ്ലി എന്നെ മാറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ആഫ്റ്റർ ദിസ് ജെഫ് നേരത്തെ ദൈവത്തിനെ പറ്റി അവിടെ ഇവിടെയൊക്കെ പറയാറില്ലെങ്കിൽ ഇപ്പം എനിക്ക് ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ദൈവം എനിക്ക് സ്ട്രെങ്ത് തന്നു. ഇപ്പോഴും ഞാൻ ചില സമയത്ത് വീഴും, ബട്ട് മോസ്റ്റ്ലി എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു, എന്നെ സ്നേഹിച്ചു. എനിക്ക് കിട്ടിയ സ്നേഹം വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഗോഡ് എക്സ്പീരിയൻസ്. So that's all. Thank you.